ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ചിക്കൻ കൊണ്ടിട്ട് ഒരു സൂപ്പർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറിയുടെ പേരാണ് അമ്മച്ചി ചിക്കൻ. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വലിയ പീസുകളായിട്ടാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ചെറിയ പീസ് ആക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. നമ്മളിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ മതിയാകും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. ഇപ്പം നമ്മൾ 12 വെളുത്തുള്ളി അല്ലിയും 2 കഷ്ണം ചെറിയ ഇഞ്ചിയും 3 പച്ചമുളകും നല്ലപോലെ അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി വന്നിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരു എല്ലാം കയ്യിൽ എടുത്തിട്ടുണ്ട്. കുരു ചേർക്കാണ്ട് നീര് മാത്രം ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. കൂട്ടെല്ലാം നമ്മുടെ ചിക്കനിൽ നല്ലപോലെ പുരണ്ട് കിട്ടണം. നമ്മളൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ആദ്യമേ തന്നെ നമുക്കിനി ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൊരിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. കാരണം ഈ മൊരിഞ്ഞ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഓവറായിട്ട് മൊരിയരുത്. ഇനി നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി കോരി മാറ്റാം. ഇത്രയൊക്കെ പൊരിഞ്ഞാൽ മതിയാകും, ഒരുപാട് മുരിക്കണ്ട. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മുരിച്ചെടുക്കാം.
ഓക്കെ, അപ്പൊ എല്ലാം മുരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് തീ കത്തിച്ചു. നമ്മളിപ്പോ 4 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ സവാളയായിരുന്നു, അതുകൊണ്ടാണ് 4 സവാള. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാമേ. ഇത്രയും വഴലുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, അതിൻ്റെ ബാക്കിയുള്ളത് അത്രയും തട്ടിക്കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പൊ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി ചിക്കൻ പൊരിച്ചപ്പോഴും ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിന്റെയും പച്ചമണം മാറ്റുക. കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിൽ നിന്ന് പാല് പിഴിഞ്ഞായിരുന്നു. അപ്പൊ 1 കപ്പ് 1-ാം പാലും കിട്ടിയായിരുന്നു, 3/4 കപ്പ് 2-ാം പാലും കിട്ടി. ഈ ഒരു സമയം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആക്ച്വലി 2-ാം പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് വെറുതെ വേസ്റ്റ് ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് 2-ാം പാൽ എടുത്തതാണ്. രണ്ടാം പാൽ ഒഴിച്ചില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചപ്പോഴും അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഒരു 1/4 കപ്പ് വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിങ്ങനെ കിടന്ന് കുറച്ച് സമയം തിളച്ചോട്ടെ. ഓക്കെ, നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടെല്ലാം ആ ചിക്കനിലാവണം.
ഈ ഒരു സമയം നമുക്ക് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പൊരിച്ച ചിക്കനിലേക്ക് കൂട്ടെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം തിളക്കട്ടെ. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പോ മസാലകളോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 3/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇത് ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം തിളക്കട്ടെ. കൂട്ടെല്ലാം നല്ലപോലെ വറ്റി വന്നോട്ടെ. അടച്ചുകൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് തുറന്നു കൊടുക്കാം. നല്ലപോലെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. സമയം നമുക്ക് 1 കപ്പ് 1/4 പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. തേങ്ങാപ്പാല് വേണ്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ 2/2 പാൽ ഒഴിച്ച് വെള്ളം ചേർത്തില്ലേ, ആ ഒരു സമയത്ത് 2/2 പാലിന് പകരം തന്നെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. എന്നിട്ട് വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ചിടാം. കുറച്ച് സമയം ഇത് ഇങ്ങനെ കിടന്നോട്ടെ. ഇനി ഇത് അടച്ചു വെക്കണ്ട, ഇങ്ങനെ തന്നെ കിടന്നത് വെന്തോട്ടെ. ഓക്കെ, നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സമയം നമ്മുടെ ചിക്കൻ എല്ലാം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അമ്മച്ചി ചിക്കൻ റെഡി. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.